നടക്കുകയാണ്. സോപാന സംഗീതം അവിടെ മുഴങ്ങുന്നു. ദീപാരാധന സമയത്ത് പ്രത്യേക പൂജകളൊക്കെ നടക്കുമ്പോൾ ക്ഷേത്രങ്ങളിൽ അത് മണിനാഥം മുഴങ്ങി ക്ഷേത്രനട അടയ്ക്കുകയാണ്. ഇപ്പോൾ ദീപാരാധനയ്ക്കുള്ള സമയം ഇനിയും ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. സോപാന സംഗീതം അവിടെ മുഴങ്ങുകയാണ്. ഈ സോപാന സംഗീതത്തിന് ഒരു പ്രത്യേകതയുള്ള ക്ഷേത്രങ്ങൾക്കകത്ത് പാടാൻ അനുവദിക്കുന്ന ഒരു കലാരൂപമാണ്. അതിനൊരു പ്രത്യേകത കൂടിയുള്ളത് അത് ആ വാദ്യോപകരണത്തിന്റെ സ്വഭാവം തന്നെയാണ്. അത് നമ്മളുടെ മനുഷ്യജീവി അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് ഒരു ആന്തരിക സ്വഭാവത്തെ അതിനെ പ്രതിദാനം ചെയ്യുന്ന ഒരു വാദ്യോപകരണമാണ് എന്നാണ് പറയുന്നത്. അതിന്റെ രൂപകൽപ്പന തന്നെ അങ്ങനെയാണ്. അതിൽ പ്രത്യേക തരത്തിൽ കൈ സ്പർശിച്ച് അതിൽ ഒരു കൈ കൊണ്ട് വളരെ പതിയെ കൊട്ടുകയാണ്. അപ്പോൾ അതിലെ ഈ വായുവിൻ്റെ സഞ്ചാരമൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഉപയോഗിച്ചിട്ടുള്ളവർക്കും അത് പഠിച്ചിട്ടുള്ളവർക്കും അറിയാം. ആ നിലയിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ആ വാദ്യോപകരണത്തിന് പോലും പ്രത്യേകതയുണ്ട്. ക്ഷേത്രങ്ങളിൽ ദീപാരാധന സമയം, അതുപോലെ രാവിലെയുള്ള പ്രസന്ന പൂജകൾ, അത്തരം പൂജകളുടെ സമയങ്ങളിൽ അത് ക്ഷേത്രത്തിനകത്ത് അതിൻ്റെ പ്രത്യേക രീതിയിൽ വാദ്യം മുഴക്കി ഈ സോപാന സംഗീതം ആലപിക്കാറുണ്ട്. ക്ഷേത്രത്തിന് പുറത്തും സോപാന സംഗീതമുണ്ട്. നമുക്ക് അല്പസമയം അത് കേൾക്കാം. നട തുറക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളെയാണ്. ഇതാ ഈ 4 പേരെ നമ്മൾ കാണുന്നുണ്ട്. അവർ പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്ന്, ശംഭിക്കൽ കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണ പേടകങ്ങളും ഏറ്റ് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്നതിന് ആ സമയത്ത് തന്നെ, കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിച്ചവർ തന്നെയാണ്. ഒരു പ്രത്യേക പരിഗണന ഇന്ന് ആ ക്ഷേത്രത്തിൽ അയ്യപ്പ സന്നിധിയിൽ അവർക്കുണ്ട്. അവർ വലിയ വ്രതാനുഷ്ഠാനങ്ങളിലൂടെയാണ് അവരുടെ ജീവിതം എല്ലാ തവണയും കടന്നു പോകുന്നത്. ആ വ്രതാനുഷ്ഠാനം എന്നത് കേവലം നമ്മൾ പറയുന്നത് പോലെ ഈ സമയത്തെടുക്കുന്ന വ്രതമല്ല. അവരുടെ ജീവിതം തന്നെ ഏതാണ്ട് അയ്യപ്പ ധർമ്മ പ്രചാരണത്തിന് വേണ്ടി മാറ്റിവെച്ചവർ തന്നെയാണ്. അവരുടെ ശിരസിൽ എന്തിയാണ് ഈ തിരുവാഭരണ പേടകങ്ങൾ വരുന്നത്. ഇപ്പോൾ നമ്മൾ വളരെ ദൂരെ കാണാം പൊന്നമ്പലമേടിൻ്റെ വളരെ വിദൂരമായ ദൃശ്യം. മൂടൽമഞ്ഞ് പൊതിഞ്ഞ് അവിടേക്ക് ഇറങ്ങുന്നുണ്ട്. എങ്കിൽ പോലും അവിടെ ദീപാരാധനയ്ക്കൊക്കെ തയ്യാറെടുക്കുന്നുണ്ട്. വളരെ തെളിഞ്ഞ അന്തരീക്ഷമാണ് എന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ പറയുന്ന പോലെ മരം കോച്ചുന്ന തണുപ്പ് വരേണ്ട കാലങ്ങളിലൂടെയാണ്. അപ്പോൾ ആ തണുപ്പും മഞ്ഞും മൂടൽമഞ്ഞും ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ ദീപാരാധന അല്പസമയത്തിനകം നടക്കും. വലിയ ജനനിബിഡമായ ഒരു ചുറ്റുപാട്. സന്നിധാനത്ത് മാത്രമല്ല, അയ്യപ്പൻ്റെ 18 മലകൾ, 18 പൂങ്കാവനങ്ങളിലും വലിയ ഭക്തജനങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവിടെ ശ്രീകോവിലിൽ ദീപം തെളിയിച്ച് നിറതിരിയിട്ട നിലവിളക്കിന് മുന്നിൽ ഈ തിരുവാഭരണത്തിലെ പേടകങ്ങളിൽ നിന്നുള്ള എല്ലാ അലങ്കാരങ്ങളും അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി അതിനുശേഷമാണ് നട തുറക്കുന്ന. ഏതാനും മിനിറ്റുകൾ നട തുറക്കുന്നുണ്ട്. ഒരു തരത്തിൽ ദീപാരാധന എന്നത് ക്ഷേത്രത്തിൽ ഒരുതരം സത്യപ്രസ്താവനയാണ് എന്നാണ് ഈ പണ്ഡിതരായിട്ടുള്ളവർ പറയുന്നത്. കാരണം നമ്മൾ ആ ക്ഷേത്ര വിശ്വാസത്തിൽ, ആചാരാനുഷ്ഠാനങ്ങളിൽ പരിപൂർണമായും വിശ്വസിക്കുന്നു എന്നതിൻ്റെ ഭാഗം കൂടിയാണ് ക്ഷേത്രത്തിനകത്ത് തെളിയിച്ച, ശ്രീകോവിലിൽ തെളിയിച്ച ആ ദീപാരാധനയുടെ ഭാഗമായി തെളിയിച്ച ആ വിളക്കുകളാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ആ വിളക്കിൽ നമ്മൾ ആ വിളക്കിലെ തിരിനാളത്തിൽ തൊട്ട് നമ്മളിങ്ങനെ അത് കണ്ണിലേക്ക് വയ്ക്കുന്നു. അത് നമ്മളുടെ ശിരസിലേക്ക് അർപ്പിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലേക്ക് അതിനെ തൊട്ട് ആ ചൂട് നമ്മൾ ശരീരത്തിലേക്ക് പകരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ആ ശ്രീകോവിലിൽ നടത്തുന്ന ആ പൂജാകർമ്മങ്ങൾ, അവിടുത്തെ താന്ത്രിക വിദ്യകളോട് നമ്മൾ താതാത്മ്യം പ്രാപിക്കുന്നു. അതിനെ ഞാൻ ഹൃദയത്തിൽ, അല്ലെങ്കിൽ ആ വിശ്വാസി ഹൃദയത്തിൽ സ്വീകരിക്കുന്നു
എന്നതാണ് അതിൻ്റെ അതിൻ്റെ രീതി. അതുതന്നെയാണ് നമ്മൾ ഈ സത്യപ്രസ്താവന പോലെ തന്നെയാണ് അതിൽ നമ്മൾ തൊട്ട് അത് ശിരസിൽ വെക്കുമ്പോഴോ കണ്ണിൽ വെക്കുമ്പോഴോ ഹൃദയത്തോട് ചേർക്കുമ്പോഴോ ഉണ്ടാകുന്നത്. അതും ഒരു പ്രതീകാത്മക ചടങ്ങാണ്. നമ്മളൊരു പക്ഷേ അത് പലരും അത് മനസ്സിലാക്കാതെയൊക്കെ ചെയ്യുന്നുണ്ടാകാം. അതുകൊണ്ടാണ് നമ്മൾ അതിനും പറയുന്നുണ്ട് അറിവില്ല പൈതങ്ങളാണ് പൊറുക്കണേ എന്ന്. അയ്യപ്പനോട് അവിടെയും നമ്മൾ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. അത് തന്നെയാണ് അറിവില്ല പൈതങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ആയിക്കോട്ടെ, പക്ഷെ അപ്പോഴും അവിടെ ഈ പറയുന്ന നമ്മളുടെ ചിന്താ പദ്ധതി എന്നത് വളരെ വിപുലമായി തന്നെ അവിടെ ഉണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ക്ഷേത്രങ്ങളിലെ ദീപാരാധനയുടെ ഒക്കെ ചടങ്ങുകൾ എന്നത് ഈ സത്യപ്രസ്താവനയാണ്. നമ്മൾ ആ ക്ഷേത്രത്തിലെ ആചാര പദ്ധതിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നു. അത് നമ്മളുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും. അതുകൊണ്ട് ഞാൻ അതിലെ പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്നതാണ് ആ തിരുനാളത്തിൽ തൊട്ട് ശിരസിൽ വയ്ക്കുമ്പോഴോ കണ്ണിൽ വയ്ക്കുമ്പോഴോ ഹൃദയത്തിൽ അത് സ്പർശിക്കുമ്പോഴോ പറയുന്നത് എന്നാണ് പണ്ഡിതമതം അല്ലെങ്കിൽ ആചാര്യർ അല്ലെങ്കിൽ ഇതിൽ ഇത്തരം താന്ത്രിക രീതികളെ പറ്റിയൊക്കെ പഠിച്ചിട്ടുള്ളവർ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഈ നമ്മളുടെ നാവിലേക്ക് നമ്മൾ അർപ്പിക്കുന്ന തീർത്ഥം അത് ശരീരത്തിനകത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി, അത് പഞ്ചേന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്ന അനുഭൂതി, അത് ആ നിലയിൽ നമ്മൾ മനസ്സിലാക്കണം. നെറ്റിയിൽ തൊടുന്ന ചന്ദനം, അത് അവിടെ ഉണ്ടാകുന്ന കുളിർമ, അങ്ങനെ പലതരത്തിൽ നമ്മളെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന വിശ്വാസിയെ സംബന്ധിച്ച് അവരെ പലതരത്തിൽ സ്വാധീനിക്കാവുന്ന പദ്ധതിയാണ് അവിടെ തയ്യാറാക്കിയത്. ശബരിമലയിലും അതിന് മാറ്റമൊന്നുമില്ല. ഇപ്പോൾ മണികണ്ഠസ്വാമിയുടെ തിരുനട അടച്ചിരിക്കുന്നു. അവിടെ ദീപാരാധനയ്ക്കുള്ള സമയമാകുന്നു. 6:43 ആകുന്നു. അല്പസമയത്തിനകം തിരുവാഭരണം ചാർത്തിയ കമനീയ രൂപം ദർശിക്കുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ടാകും. അവിടെ നട തുറക്കും. സോപാന സംഗീതം മുഴങ്ങുകയാണ്. ഇടയ്ക്കൊപ്പം ചേങ്ങിലയിലെ ഓരോ മുട്ട്, നമ്മൾ ചേങ്ങിലയിൽ മുട്ടുക എന്നാണ് പറയുന്നത്. ഈ ഇടയ്ക്കയുടെ താളത്തിനൊപ്പം ആ താളത്തിന് ഭംഗം വരാത്ത തരത്തിൽ ചേങ്ങിലയിൽ ഓരോ മുട്ട് അതുകൂടി ഇതിൻ്റെ ഭാഗമായുണ്ട്. അങ്ങനെ ഇടയ്ക്കയും ചേങ്ങിലയും അവിടെ വേറൊരു തരത്തിൽ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മളുടെ നമ്മളുടെ ക്ഷേത്രവാദ്യോപകരണങ്ങൾക്ക് ആ നിലയ്ക്കുള്ള പ്രത്യേകതയുണ്ട്. നമ്മൾ പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കുന്ന പല വാദ്യങ്ങളും ക്ഷേത്രത്തിനകത്ത് ഉപയോഗിക്കുമ്പോൾ മറ്റൊരു രീതിയിലാണ്. അത് അവിടെ ഈ ക്ഷേത്രത്തിലെ ഓരോ പ്രതിഷ്ഠയ്ക്കും അനുബന്ധമായി അവിടെ ഉപയോഗിക്കുന്ന താളത്തിനും മേളത്തിനും അവിടെ മുഴക്കുന്ന രീതിക്കുമൊക്കെ വ്യത്യാസമുണ്ട്. അത് ക്ഷേത്ര കലാപീഠത്തിൽ ആ നിലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണെങ്കിൽ ക്ഷേത്ര കലാപീഠമുണ്ട്. അവിടെ ആ നിലയിലാണ് ഈ വാദ്യ കലാകാരന്മാർക്ക് അതിൻ്റെ പഠനം, അത് താന്ത്രിക വിധി പ്രകാരമുള്ള പഠനമാണ് അവിടെ നൽകുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മളിതാ കാണുന്നു. ഇവിടെ ഈ സോപാന സംഗീതം നടയടച്ച സമയത്ത് അത് മുഴങ്ങുകയാണ്.